കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ഭൂമിയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് തൻ്റെ 5 സെൻറ്റിലോ 8 സെൻറ്റിലോ അല്ലെങ്കിൽ 15 സെൻറ്റിലോ അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ലാഭകരമായി നടത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലത്തിൽ ബിൽഡർമാർക്ക് ഭൂമി വിട്ടു നൽകി സ്ഥലത്തിൻ്റെ വിഹിതമായ ഫ്ലാറ്റുകൾ കൈപ്പറ്റുന്ന ഒരു രീതിയാണ് ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റിൽ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് 2014 കൊടുത്ത ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റ് 3 കൊല്ലത്തിനുള്ളിൽ ഫ്ലാറ്റുകൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇത്ര ഫ്ലാറ്റുകൾ ഹാൻഡ് ഓവർ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് 17, 18, 19 ആവുമ്പോഴത്തേക്കും കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ വന്നു, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് സമയം നീണ്ടു പോയി. അങ്ങനെ 2018, 19, 20 കാലഘട്ടത്തിലാണ് അത്തരം പല ഫ്ലാറ്റുകളും കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ബിൽഡർമാർ ലാൻഡ് ഓണർമാരോട് പറയും, ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇനി നിങ്ങൾ ഇത്ര രൂപ GST ഇനത്തിൽ തരണം എന്ന് നിർബന്ധിച്ച് പലരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങണം. ഇത് ശരിയോ തെറ്റോ എന്നൊരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. For more informative contents, please subscribe to GST Talks YouTube channel and press the bell icon. തീർച്ചയായും 2014 കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 2017 മുൻപാണെന്ന് വിചാരിക്കാം. GST തുടങ്ങിയത് 2017 ജൂലൈ 1 തീയതിയാക്കിയോ. അപ്പോൾ 2017 മുൻപ് ഇത്തരത്തിൽ ഫ്ലാറ്റ് നിർമ്മാണത്തിന് വേണ്ടി ലാൻഡ് വിറ്റ് കൊടുത്ത് തിരിച്ച് എല്ലാം കഴിഞ്ഞ് 2020 അവർക്ക് നിശ്ചിത ഫ്ലാറ്റുകൾ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നികുതി ഈടാക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ? ആ ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ നിയമപരമായ നികുതി ബാധ്യത വരുന്നത്. സാധാരണ നിലയിൽ 8 ഫ്ലാറ്റ് വിട്ട് തന്നേക്കാം, ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് ശേഷം ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം എന്നാണ് പറഞ്ഞേക്കണേന്ന് വിചാരിക്കുക ലാൻഡ് ലോഡിനോട്. തീർച്ചയായിട്ടും അതിന് നികുതി ബാധ്യതയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അവിടെ ബിൽഡർ അഡ്വാൻറ്റേജ് എടുക്കും. ആ പീരീഡിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. അപ്പോൾ ഈ 8 ഫ്ലാറ്റിനും കൂടിയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബിൽഡർ എടുത്തിട്ട് അതിന് ടാക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാധ്യത ഈ പറഞ്ഞ ലാൻഡ് ലോഡിന് അധികമായി വരുന്നു. കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 18% ടാക്സ് വരെയൊക്കെ വരുമായിരുന്ന കാലം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലാൻഡ് വിട്ടുകൊടുത്തവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വൻ തുക 18% വരെ ബിൽഡർമാർ ഈടാക്കുന്നു. അതിൽ ബിൽഡർമാർ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ അതൊക്കെ സാധാരണ ലാൻഡിൻ്റെ ഉടമസ്ഥർക്ക് അറിയണമെന്നില്ല. ഈ കാര്യത്തിലാണ് നമ്മളല്പം ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും എഗ്രിമെൻറ്റിലെ ടേംസ് ആണെങ്കിൽ പ്രധാന കാര്യം. ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഉള്ള കൈമാറ്റത്തിന് നികുതിയില്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്റ്റാണ് അവിടെ വരുന്നത്. അവിടെ ലാൻഡ് ലോഡുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ വേറെ അഡ്വാൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ, അതായത് ലാൻഡ് ലോഡ് അങ്ങോട്ട് പ്രത്യേകിച്ച് അഡ്വാൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യങ്ങളില്ല, അങ്ങനെ വന്നാൽ അത് നികുതി വിധേയമല്ല. 2022 ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഒരു ലാൻഡ് ലോഡ് തൻ്റെ സ്ഥലം ഫ്ലാറ്റിന് വേണ്ടി ഇട്ടുകൊടുക്കുമ്പോൾ തിരിച്ച് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് ശേഷം ബിൽഡിംഗ് നമ്പർ ഇട്ടതിന് ശേഷം ഹാൻഡ് ഓവർ ചെയ്താൽ GST വരില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാന കാര്യം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, എഗ്രിമെൻറ്റിൽ ഈ പറഞ്ഞ ടേംസ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. For more informative contents, please subscribe to GST Talks YouTube channel and press the bell icon. അങ്ങനെ രേഖപ്പെടുത്താതിരിക്കുമ്പോൾ പരസ്പരം സമ്മതിച്ച് എന്തായിരുന്നു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന നിലയിൽ വേണം അത് എടുക്കാൻ. ആദ്യം ഒരു എഗ്രിമെൻ്റ് എഴുതും. ആ എഗ്രിമെൻ്റ് ബിൽഡർ കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ലാൻഡ് ലോഡിന് അല്ലെങ്കിൽ ഭൂ ഉടമയ്ക്ക് നഷ്ടം വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പോലും പരസ്പരം ഉണ്ടായിരുന്ന ധാരണ, ഒരു പൈസയും ഞാൻ കൊടുക്കേണ്ട, എനിക്ക്
ഇത്ര നമ്പർ ഫ്ലാറ്റുകൾ നമ്പർ ഇട്ടതിന് ശേഷം ഹാൻഡ് ഓവർ ചെയ്യാം എന്നാണ് പറഞ്ഞേക്കണമെങ്കിൽ അവിടെ നികുതി ബാധ്യത ഇല്ല എന്നാണ് പൊതുവേ പറയേണ്ടത്. അങ്ങനെ അനധികൃതമായിട്ട് നികുതി ഏതെങ്കിലും ഫ്ലാറ്റ് ഉടമകൾ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമവിരുദ്ധമാണ്. അത് ബന്ധപ്പെട്ട GST അധികാരികൾക്ക് മുന്നിലും അതേപോലെ സിവിൽ നടപടി അനുസരിച്ച് ആ പൈസ അവരിൽ നിന്ന് ഈടാക്കാൻ കഴിയൂ. ഞാൻ പ്രത്യേകം പറയുന്നു, എഗ്രിമെൻറ്റിലെ വ്യവസ്ഥയാണ് ഇവിടെ അടിസ്ഥാനപരമായി നോക്കേണ്ട കാര്യം. അതുകൊണ്ട് സ്ഥലം വിട്ടുകൊടുത്ത് ഫ്ലാറ്റ് ഇത്ര എണ്ണം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ലാൻഡ് ലോഡർ തീർച്ചയായും എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ എക്സ്പേർട്ടിനെ കൊണ്ട് വായിപ്പിച്ച് നോക്കി ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്ത് തൻ്റെ ഭാഗം സേഫ് ആണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ആ ജോയിൻ്റ് വെഞ്ചർ എഗ്രിമെൻ്റ് ഒപ്പിടാൻ. അതേപോലെ എന്ത് തരം എഗ്രിമെൻറ്റും ഏത് കാര്യത്തിനും നമ്മൾ കൊടുക്കുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് നികുതി ഏതെങ്കിലും വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ എഗ്രിമെൻറ്റിൽ പ്രത്യേകം പറയണം. അങ്ങനെ പറയാത്തിടത്തോളം കാലം ബിൽഡർമാർ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. അത് പലപ്പോഴും തെറ്റായ നടപടിയാണെങ്കിൽ പോലും ലാൻഡ് ലോഡിന് അവിടെ വേറൊരു വഴി ഇല്ലാത്ത സമയത്ത് പലപ്പോഴും അത് നികുതി അടയ്ക്കേണ്ട ബാധ്യത വന്നിട്ടുണ്ട്. For more informative contents, please subscribe to GST Talks YouTube channel and press the bell icon. ഇത്തരത്തിലുള്ള പല പ്രമുഖരായ ബിൽഡർമാരുമായി ലാൻഡ് ലോഡ് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ മുന്നിൽ വരികയും അത് നികുതി പിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന നമ്മുടെ ഒരു സ്റ്റാൻഡ് പല സ്ഥലത്തും നിലനിന്നിട്ടുണ്ടെന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കൂ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ലാൻഡ് ലോഡും ബിൽഡറും തമ്മിലുള്ള കരാറ് ഇതിൽ പ്രധാനമാണ്. 2017 മുമ്പുള്ള കരാറാണെങ്കിൽ തീർച്ചയായും നികുതിയുടെ ബാധ്യതയുടെ പ്രശ്നം വരുന്നില്ല എന്ന് തന്നെ ഏകദേശം പറയാം. നികുതിയുടെ കാര്യം പ്രത്യേകമായി എഗ്രിമെൻറ്റിൽ സൂചിപ്പിക്കുകയും ഏതുവിധ നികുതിയും ഈ കൺസ്ട്രക്ഷന് വന്നാൽ അത് ലാൻഡ് ലോഡ് വഹിക്കേണ്ടതില്ല എന്നും അഥവാ ലാൻഡ് ലോഡ് അങ്ങനെ അടയ്ക്കേണ്ടി വന്നാൽ ആ തുക ബിൽഡർ തരും എന്നുള്ള ക്ലോസൊക്കെ വയ്ക്കാനുള്ള അവകാശം ലാൻഡ് ലോഡിനുണ്ട്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റിലേക്ക് കടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കാറ്. പ്രത്യേകിച്ച് ലാൻഡ് ലോഡ് സ്ഥലം വെച്ചുകൊണ്ട് ഒരു കെട്ടിടം പണിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഈ ജോയിൻറ്റ് വെഞ്ചറിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നിരവധി ഏജൻസീസ്, ബ്രോക്കർമാർ ലാൻഡ് ലോഡിനെ സമീപിക്കുക. അങ്ങനെ സമീപിച്ചാൽ തന്നെ വ്യക്തമായ ധാരണയോടെ വിദഗ്ധരായ ആളെ കൊണ്ട് എഗ്രിമെൻ്റ് നോക്കിച്ച് ലാൻഡ് ലോഡിനു കൂടി അനുകൂലമായ രീതിയിൽ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഓരോ ഭൂ ഉടമയുടെയും അവകാശമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. For more informative contents, please subscribe to GST Talks YouTube channel and press the bell icon.